ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 19-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുകയാണ്. ഈ 19-ാം അധ്യായത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ ജനം അശുദ്ധമായി തീർന്നാൽ, സ്പർശനം കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും അശുദ്ധരാകുന്നെങ്കിൽ അവരുടെ മേൽ തളിക്കാനുള്ള ശുദ്ധീകരണ ജലമുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ദൈവം മോശ മുഖാന്തരം ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നു, ഒരു പശുക്കിടാവിനെ, ഒരു ചുമന്ന നിറമുള്ള ഊനമില്ലാത്ത ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് പുരോഹിതനായ ഏലിയാസാറിനെ ഏൽപ്പിക്കണം. ഏലിയാസാർ അതിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി, അതിന് പുറത്തു കൊണ്ടുപോയി അതിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് 7 പ്രാവശ്യം സമാഗമന കൂടാരത്തിന് മുമ്പിൽ അത് തളിക്കണം. അതിനുശേഷം അതിൻ്റെ മാംസവും അതിൻ്റെ ശേഷിപ്പും സകലതും പുറത്തു വെച്ച് അത് കത്തിച്ച് അത് ചാരമാക്കണം. നമ്മുടെ കർത്താവിനെയും അവരെ കൊണ്ട് ഒന്ന് ക്രൂശിച്ചത് നഗരത്തിന് പുറത്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ രക്താകരമായ അല്ലെങ്കിൽ ആ ഒരു ക്രൂശ് മരണത്തിൻ്റെ മുൻകുറിയായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ആ ക്രൂശ് മരണ മുഖാന്തരം കർത്താവിൻ്റെ രക്തം മൂലമാണല്ലോ പാപത്താൽ അശുദ്ധരായി തീർന്ന മനുഷ്യവർഗം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശുദ്ധീകരണ ജലമുണ്ടാക്കുന്ന ക്രമീകരണം ഇവിടെ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ അശുദ്ധനായിത്തീരുന്നെങ്കിൽ, പ്രത്യേകിച്ച് മൃതശരീരത്തെയൊക്കെ സ്പർശിച്ചാൽ, ആ സ്പർശിക്കുന്ന വ്യക്തിയും ആ വ്യക്തി മരിക്കുന്ന ഭവനവും, അത് രണ്ടും, അതിലുള്ളവരും അതിലുള്ള സകല സാധനങ്ങളും അശുദ്ധമായി തീരും. 7 ദിവസം അവർ അശുദ്ധരായിട്ടിരുന്നതിന് ശേഷം ഇപ്രകാരം ആ പശുക്കിടാവിനെ കൊന്ന് അതിൻ്റെ ചാരം കലക്കിയ വെള്ളം ശുദ്ധീകരണ ജലമായി ഉപയോഗിക്കണം. അങ്ങനെ അശുദ്ധരായിത്തീരുന്ന എല്ലാവരുടെയും മേൽ ആ ശുദ്ധീകരണ ജലം നിങ്ങൾ തളിക്കണം. തളിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അതിനുശേഷം മാത്രമേ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാവൂ. അല്ലാതെ ആരും വിശുദ്ധ സ്ഥലത്തേക്ക് വരുവാൻ പാടില്ല. അപ്രകാരം ചെയ്യുന്നു. മൃതശരീരത്തെ സ്പർശിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും അശുദ്ധമായി തീരുന്നെങ്കിൽ ഈ നിയമം അവർക്ക് ബാധകമാണ്. അപ്രകാരം ഒരു ക്രമീകരണം യഹോവയായ ദൈവം ഇവിടെ ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിൽ നമുക്കറിയാം, മൃതശരീരത്തെ സ്പർശിക്കുന്ന ആരും അശുദ്ധരായിട്ട് തീരുന്നില്ല. നമ്മളൊരു വിശ്വാസി മരിച്ചാൽ ആ വിശ്വാസിയെ നമ്മൾ ചുംബിച്ചാണ് യാത്ര അയക്കുന്നത്. അതിൻ്റെ പേരിൽ ആരും അശുദ്ധരാകുന്നില്ല. കാരണം ആ ശരീരം കർത്താവിൻ്റെ രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ശരീരമാണ്. കർത്താവിൻ്റെ രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ശരീരം സഭയെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഘോഷപൂർവ്വം അതിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. റാസയൊക്കെ പോകുന്നത് പോലെ കുരിശും കൊടിയുമായി ആഘോഷപൂർവ്വം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു, എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നു. പ്രാർത്ഥനയോടെ മൃതശരീരത്തെ നമ്മൾ ഇത് സംസ്കരിക്കുന്നു. എവിടെ സംസ്കരിക്കപ്പെട്ടുവോ ആ സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്ന നാളുകളോളം വാങ്ങിപ്പോർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കാരണം കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ, ആ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശരീരമാണത്. ആ ശരീരത്തിൻ്റെ ഒരു അഡ്വാൻസായി അല്ലെങ്കിൽ ഒരു ഇതായിരുന്നു നമ്മുടെ കർത്താവ് പുനരുദ്ധാന ശേഷം, കർത്താവ് മരിച്ചതിന് ശേഷം മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ കർത്താവിന് ലഭിച്ച ഒരു ശരീരമുണ്ട്. അതിന് പരിമിതികളില്ലായിരുന്നു. വാതിലടച്ചിലേക്ക് അകത്ത് വരാനും
നോക്കി നിൽക്കെ പ്രത്യക്ഷമാകാനും അപ്രത്യക്ഷമാകാനും ഒക്കെ സാധിച്ചതായ ഒരു ശരീരം, പുനരുദ്ധാനത്തിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ശരീരത്തിൻ്റെ മാതൃകയാണത്. അപ്പം അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ ശരീരം നമ്മൾ പ്രാർത്ഥനയോടെ സംസ്കരിക്കുന്നതും ആ സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതും പുനരുദ്ധാനം ചെയ്യാനുള്ള ശരീരമായതുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ നമുക്കറിയാം എല്ലാം ശരീരത്തിൻ്റെ പുറത്തുള്ള വിശുദ്ധിയാണ് കൂടുതൽ. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്, അകമയുള്ള വിശുദ്ധിയാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ അകമയുള്ള വിശുദ്ധിയുടെ നിഴലായിട്ട് പഴയ നിയമത്തിൽ അത് ശാരീരിക വിശുദ്ധിയായി ഇവിടെ കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് ആ ഹൃദയ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ആ ശുദ്ധീകരണ ജലം, കർത്താവിൻ്റെ രക്തം നമ്മുടെ മേൽ ആ സ്പർശിക്കപ്പെട്ടവരായി നമ്മുടെ ചിന്തയിലും പ്രവൃത്തികളിലൊക്കെ വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.